ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഇത് നമ്മുടെ വേളാങ്കണ്ണിയിലുള്ള ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു ഇത്. ഞങ്ങൾക്കിനി ആകെ 2 പള്ളിയും കൂടി പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഫുഡ് കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കായിരുന്നു ഞങ്ങൾ വെക്കേറ്റ് ചെയ്തത്. ഞാൻ നേരത്തെ പറയണക്ക് എനിക്ക് എവിടെ ചെന്നാലും ബിരിയാണി ഇട്ടിട്ട് കളിയില്ല. അങ്ങനെ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പള്ളിയിലേക്കാണ് പോയത്. അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം, കാരണം ഞങ്ങൾക്ക് വൈകിട്ട് 6:30 ആയെന്ന് തോന്നുന്നു ട്രെയിൻ സമയം. 6:30ക്കാണ് സമയം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കുറച്ച് നേരം പള്ളിയിലും കൂടിയൊക്കെ ഇരുന്നിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചില ആളുകൾ പള്ളിയിൽ വീഡിയോ എടുക്കുക, ആളുകൾ മാത്രമല്ല പുറത്തും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കരുതെന്നുള്ളത്. പക്ഷേ ഈ പള്ളിയിൽ കയറിയപ്പോൾ, മോർണിംഗ് സ്റ്റാർ എന്നാണ് ഈ പള്ളിയുടെ പേര്, പള്ളിയിൽ കയറിയ സമയത്ത് അവിടെ പ്രത്യേകിച്ചൊന്നും ഞാൻ എഴുതി വെച്ചത് കണ്ടില്ല. പിന്നെ ആളുകളും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാനും അങ്ങ് എടുത്ത്. ഉച്ചയ്ക്ക് ഫുൾ കിടന്ന് കറക്കമായത് കാരണം ഭയങ്കര തലവേദന. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് പോകാമെന്ന്. മാത്രമല്ല രാത്രിത്തേക്കുള്ള ട്രെയിൻ ഫുഡ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പൊന്നൂസിനും കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വെളിയിൽ നിന്ന് തന്നെ ഫുഡൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. 1 മണിക്കൂർ കൂടുതൽ ഇവിടെ തന്നെ ഇരുന്നു. കാരണം നമുക്കും വേറെ എവിടെ പോകണമെന്ന് അറിയത്തില്ലായിരുന്നു. ട്രെയിനിൻ്റെ നേരത്തെ പോയ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കാൻ തോന്നിയില്ല. അതിനേക്കാൾ നല്ല ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1 മണിക്കൂറത്തെ ഫുഡിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനോട് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നടക്കാവുന്ന ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സ്റ്റേഷനിൽ നിന്ന് പള്ളി വരെയും നമുക്ക് നടക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളത് ഇപ്പം മനസ്സിലായി. കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഓട്ടോ റേറ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും അവർ പറ്റിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അങ്ങനെ ദേ കിടക്കുന്നു ഞങ്ങളുടെ ട്രെയിൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പോകാനായിട്ട് വന്ന ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ ട്രെയിനകത്ത് കയറി. എന്തായാലും ഞങ്ങൾക്ക് സൈഡ് സീറ്റാണ് കിട്ടിയത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിതാണ് ഇഷ്ടം. പൊന്നൂസിനെ കൊണ്ട് പോകുമ്പോഴത്തേനും ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് പാടുപെട്ടു. പൊതുവേ ഞാൻ അങ്ങനെ വലുതായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുന്ന കൂട്ടത്തിലൊന്നും അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പൊന്നൂസ് എൻ്റെ കണക്കത്തെ സ്വഭാവമേ അല്ല. പൊന്നൂസ് അവളെ പപ്പായെ പോലാന്ന് തോന്നുന്നു, അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുന്ന കൂട്ടത്തില്ല. അതുകൊണ്ട് ഈ സൈഡ് സീറ്റ് ഇവിടെ കിട്ടിയത് കാരണം ഞങ്ങൾക്ക് ഫുള്ളായിട്ട് പൊന്നൂസിനെ ലോക്ക് ചെയ്യാൻ പറ്റി. ഇവളുടെ സ്വഭാവമാണെങ്കിൽ അങ്ങോട്ട് പോകുന്നവരേക്ക് ഇവളായിട്ട് വിളിച്ച് അങ്ങോട്ട് കയറി സംസാരിക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. പക്ഷേ ഈ ഒരു സീറ്റ് കിട്ടിയത് കാരണം എന്തായാലും ഞങ്ങൾക്ക് സമാധാനമായി അവിടെ തന്നെ ഇരിക്കാൻ പറ്റിയത്. പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് പൊന്നൂസിന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനും കഴിച്ച് ചേട്ടനും കഴിച്ചു. സൈഡ് സീറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ, പൊന്നൂസിനെ കൊണ്ട് കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ടീച്ചറോട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് വേറൊരു ബെർത്ത് സെറ്റ് ചെയ്ത് തന്നായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയി. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ള രീതിക്ക് ഇരിക്കുക. കാരണം അങ്ങോട്ട് പോയൊരു ഉഷാർ തിരിച്ചു വന്നപ്പോൾ ഇല്ലായിരുന്നു. കാരണം 2 ദിവസമായിട്ട് ഉറക്കമൊന്നും ശരിയായില്ല. പൊന്നൂസിന് കാത് കുത്തിയത് കാരണം പൊന്നൂസ് അന്നത്തെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. മൂക്കെന്തോ പേടി പോലായിരുന്നു. അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് താഴോട്ട് ഭാഗം ഇറങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ചിലപ്പം കുഞ്ഞല്ലേ, അറിവ് വെച്ച സമയത്തല്ലേ നമുക്ക് കാത് കുത്തിയത്. അപ്പോൾ ആ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു കാണും. 2 ദിവസത്തെ ഉറക്കം ഭയങ്കരമായിട്ട്, എൻ്റെ പൊന്നു, ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. കൊല്ലത്തുനിന്ന് ഈ ട്രെയിൻ കൊല്ലം വരെ ഉള്ളൂ. കൊല്ലത്തുനിന്ന് ഇറങ്ങി പിന്നെ അടുത്ത് നമ്മൾ വർക്കല ട്രെയിൻ കയറി വേണം പോകാനായിട്ട്. ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്ന് കാത്തു നിൽക്കേണ്ടിയൊന്നും വന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അതിൽ കയറാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ വർക്കല ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോയി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. നമ്മൾ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ. വേളാങ്കണ്ണിയുടെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഓക്കെ, അടുത്ത വിശേഷങ്ങളൊക്കെ ബാക്കി വീഡിയോസിൽ കാണാം. ഓക്കെ ദെൻ ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്